ഹലോ എവരി വൺ. സോ നമ്മൾ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ്. സോ ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ആൻഡ് ലൈൻസ് പഠിച്ചതാണ്. സോ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ നിങ്ങൾ വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്നൊക്കെ പഠിച്ചു കാണും. സോ അതിൻ്റെ കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ഇവിടെ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസിൽ നമ്മൾ എന്തുകൊണ്ടാണ് പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് എടുക്കുന്നത്? അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു സർക്കിൾ എടുക്കുകയാണ്. സർക്കിൾ നമ്മളൊരു 3 ഡയമെൻഷണൽ സ്പേസിൽ വെക്കുകയാണ്. സോ 3 ഡയമെൻഷണൽ സ്പേസിൽ വെക്കുമ്പോൾ ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ സർക്കിൾ ആണെങ്കിൽ, ടോപ്പ് വ്യൂവിൽ നോക്കുമ്പോൾ സർക്കിൾ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി എ ലൈൻ. ആൻഡ് ഓൾസോ അതിപ്പോൾ ഐസോമെട്രിയിലേക്ക് നോക്കുമ്പോൾ, ഐസോമെട്രിക് വ്യൂവിൽ നോക്കുമ്പോൾ നമുക്കത് എലിപ്സ് പോലെയാണ് കാണുന്നത്. സോ ഓരോരോ പെർസ്പെക്റ്റീവ്, ഓരോരോ ഓറിയന്റേഷൻ മാറുന്നതിനനുസരിച്ചിട്ട് അതിന്റെ ഷേപ്പും സൈസും ഒക്കെ മാറും. അതിന്റെ ആക്ച്വൽ സൈസ് മാറുന്നതല്ല, പക്ഷെ നമ്മളുടെ വിഷ്വലി അത് അങ്ങനെ തോന്നും. സോ അത് റെപ്രസെന്റ് ചെയ്യാൻ, അതിന്റെ ട്രൂ ഷേപ്പ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ്, പ്രൊജക്ഷൻ ഓഫ് സോളിഡ്സ്, വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ പഠിക്കുന്നത്. സോ ഇവിടെ രണ്ട് തരത്തിലുള്ള പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് ഉണ്ട്. ഒന്ന് പെർപെൻഡിക്കുലർ പ്രൊജക്ഷൻ ഓഫ് പ്ലെയിൻസ് ആൻഡ് പെർപെൻഡിക്കുലർ പ്ലെയിൻസ് ആൻഡ് ഒബ്ലിക് പ്ലെയിൻസ്. അങ്ങനെ രണ്ട് പ്ലെയിൻസ് ഉണ്ട്. സോ ഒബ്ലിക് പ്ലെയിൻസും പെർപെൻഡിക്കുലർ പ്ലെയിൻസും. സോ പെർപെൻഡിക്കുലർ പ്ലെയിൻസിൽ 5 ടൈപ്സ് ഉണ്ട്. ഒന്ന് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി, ദെൻ പെർപെൻഡിക്കുലർ ടു എച്ച് പി ആൻഡ് പാരലൽ ടു വി പി, ദെൻ perpendicular to VP and inclined to HP, and perpendicular to HP and inclined to VP. So ഇങ്ങനെ 5 ടൈപ്സ് ഉണ്ട്. Then oblique planes എന്ന് പറയുന്നത് the planes which are perpendicular, which are inclined to both VP and HP. Those planes are called oblique planes. പക്ഷെ oblique planes നിങ്ങൾക്ക് പഠിക്കേണ്ടതില്ല. As per the subject point of view, it is not there. So we have to learn about the 5 planes, 5 different planes. Okay. So അത് 5 different planes ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി ഫസ്റ്റ് ഓഫ് ഓൾ. സോ ഇവിടെ ഇത് വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ എങ്ങനെ ഇരിക്കുന്നു നിങ്ങൾക്കറിയാം. സോ ഇവിടെ എന്താണ്, ഇപ്പോൾ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് പാരലൽ ടു എച്ച് പി എന്ന് പറയുമ്പോൾ ഇവിടെ പി ക്യു ആർ എസ് എന്ന സർഫേസ് ആണ്, ആ ഒരു പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആ ഒരു പ്ലെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പ്ലെയിൻ എങ്ങനെയാണുള്ളത്, അതിന്റെ അത് കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഇറ്റ് ഈസ് ആക്ച്വലി പാരലൽ ടു എച്ച് പി, ഹൊറിസോണ്ടൽ പ്ലെയിൻ. That is clear, and also it is perpendicular to VP. ആ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ട്രേസ് ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ് ആണ്. ട്രേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സർഫേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 2D ആയിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ, 2D ആയിട്ട് തന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ എക്സ്പാൻഷൻ ചെയ്യുന്ന സർഫേസ് ഏതെങ്കിലും ഒരു പ്ലെയിനിൽ, റെഫറൻസ് പ്ലെയിനിൽ, ദാറ്റ് മീൻസ് വെർട്ടിക്കൽ പ്ലെയിനിലോ അല്ലെ ഹൊറിസോണ്ടൽ പ്ലെയിനിലോ മീറ്റ് ചെയ്യും. സോ ആ മീറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ലൈൻ, അതിനെയാണ് വെർട്ടിക്കൽ ട്രേസ് ഓർ ഹൊറിസോണ്ടൽ ട്രേസ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ കേസിൽ ഈ ഒരു ഫിഗറിൽ വി ഹാവ് വെർട്ടിക്കൽ ട്രേസ് ഓൺലി. ഒരേ ഒരു ട്രേസ് ആണ് അധികം ഉണ്ടാവുക. ചില ഫിഗേഴ്സിൽ 2 ട്രേസും, ഹൊറിസോണ്ടൽ ട്രേസും വെർട്ടിക്കൽ ട്രേസും ഉണ്ടാവും. സോ ഇവിടുത്തെ കേസിൽ ഇത് കണ്ടോ, പി ക്യു ആർ എസ് എന്ന സർഫേസിനെ ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്റ്റെൻഡ് ചെയ്യുന്നു, 2D ആയിട്ട് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതുണ്ടോ, ഈ ഒരു പോർഷനിലേക്ക് ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. പി ക്യു ആർ എസിനെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? ഐ എം ഗെറ്റിംഗ് എ ലൈൻ വിച്ച് ഈസ് പി ഡാഷ് ആർ ഡാഷ്, ആ ലൈന് കിട്ടുന്നു. സോ ആ ഒരു ലൈനെയാണ് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഹിയർ ഇതിപ്പം നമ്മൾ വരക്കുമ്പോൾ, ആക്ച്വലി 2D സർഫേസിൽ ഈ ഒരു ഫിഗർ വരക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു, ആദ്യം ഹൊറിസോണ്ടൽ പ്ലെയിനിനെ നമ്മൾ എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം അബൌട്ട് 90 ഡിഗ്രി ആംഗിൾ. ഓക്കെ. സോ ആ ഒരു ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ദിസ് ഫിഗർ വിൽ ബിക്കം ലൈക്ക് ദിസ്. സോ ഇങ്ങനെ ആയിട്ട് വരും. സോ എന്തായിരുന്നു, എക്സ് വൈ ലൈനിന്റെ മേളിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ പി ഡാഷ്, ക്യൂ ഡാഷ്, ആർ ഡാഷ്, എസ് ഡാഷ് എന്ന സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ, എക്സ് വൈ ലൈനിന്റെ മേളിൽ ഫ്രണ്ട് വ്യൂ വരും, എക്സ് വൈ ലൈനിന്റെ താഴെ ടോപ്പ് വ്യൂ വരും. സോ ഫ്രണ്ട് വ്യൂ ഹിയർ ഇറ്റ് ഈസ് എ ലൈൻ വിച്ച് ഈസ് കോൾഡ് വെർട്ടിക്കൽ ട്രേസ് ആൻഡ് ടോപ്പ് വ്യൂ ഈസ് എ സ്ക്വയർ. സോ ഇവിടെ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ടോപ്പ് വ്യൂവിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പോയിന്റ്സ് ഒക്കെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ സ്മോൾ ലെറ്റേഴ്സിൽ റെപ്രസെന്റ് ചെയ്യും. സോ ഇവിടെ ഒബ്ജക്റ്റിന്റെ പോയിന്റ്സ് ക്യാപിറ്റൽ PQRS ആണ്. പക്ഷെ ടോപ്പ് വ്യൂവിൽ നമ്മൾ സ്മോൾ PQRS റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഫ്രണ്ട് വ്യൂവിൽ വരുമ്പോൾ P ഡാഷ് Q ഡാഷ് ഇങ്ങനെയൊക്കെയുള്ള ലെറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, സോ ലൈക്ക് വൈസ് ഇതിപ്പോ ഒരു ടൈപ്പ്. ഇന്നൊരു ടൈപ്പ് എന്താണ്? പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് പാരലൽ ടു VP. So perpendicular to HP and parallel to VP. ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. Perpendicular to HP. This figure is perpendicular to HP. It is 90 degree. So ഇതിന്റെ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് horizontal trace ആണ് കാണാൻ പറ്റുക. And also front view നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ക്വയർ കാണാൻ പറ്റും. ടോപ്പ് വ്യൂവില് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് കാണുക. സോ ഇത് നിങ്ങൾ ഓർത്തോഗ്രാഫി അറിയുന്ന കുട്ടികളാണ്. സോ അതുകൊണ്ട് തന്നെ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഇതൊരു ടൈപ്പ്. നെക്സ്റ്റ് ടൈപ്പ്, തേർഡ് ടൈപ്പ് എന്താണെന്ന് വെച്ചാൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് HP ആൻഡ് VP. സോ അങ്ങനെ ഉള്ള സമയത്ത് നമുക്ക് രണ്ട് ട്രേസും, വെർട്ടിക്കൽ ട്രേസും കിട്ടും, ഹൊറിസോണ്ടൽ ട്രേസും കിട്ടും. ഈ ഒരു ഫിഗറിൽ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ബോത്ത് HP ആൻഡ് VP ആണ് എടുത്തിട്ടുള്ളത്. സോ ഇവിടെ വെർട്ടിക്കൽ ട്രേസ് എപ്പോഴും നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ട്രേസ് എപ്പോഴും വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഉണ്ടാവുക, ഹൊറിസോണ്ടൽ ട്രേസ് എപ്പോഴും ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഉണ്ടാകും. ആൻഡ് ഓൾസോ ഇന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ സം ഡിസ്റ്റൻസ് ദ പോയിന്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ 20, for example 20 mm above HP എന്ന് തരും. 20 mm above HP or 30 mm in front of VP അങ്ങനെയൊക്കെ തരും. സോ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ VPയുടെ കൂടെ തരുന്ന ഡിസ്റ്റൻസ് യു ഹാവ് ടു പ്ലോട്ട് ഇറ്റ് ഓൺ ദ HP ആൻഡ് HPയുടെ കൂടെ തരുന്ന ഡിസ്റ്റൻസ് യു ഹാവ് ടു പ്ലോട്ട് ഇറ്റ് ഓൺ ദ VP. സോ അത് ശ്രദ്ധിക്കണം, കൺഫ്യൂസ് ആവരുത്. സോ അത് നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ ഇത് ഇന്നൊരു ടൈപ്പ്, ബോത്ത് HP-ക്കും VP-ക്കും പെർപെൻഡിക്കുലർ. ദെൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു VP ആൻഡ് ഇൻക്ലൈൻ ടു HP. സോ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതായത് VP-ക്ക് പെർപെൻഡിക്കുലറിലും HP-ക്ക് ഇൻക്ലൈൻഡും ആണ് ഈ ഒരു സർഫേസ്. ആ ഒരു ഷെയ്ഡഡ് പോർഷൻ ABCD ആണ് ഇവിടെ സർഫേസ്. സോ ദിസ് ഈസ് ഹാവിംഗ് an angle of inclination theta. ഇവിടെ HP-ക്ക് ഇൻക്ലിനേഷൻ ആണെങ്കിൽ തീറ്റ ആണ് ആംഗിൾ, ആൻഡ് VP-ക്ക് ആണെങ്കിൽ നമ്മൾ ഫൈ ആയിട്ട് എടുക്കും. ഓക്കെ, സോ അത് നിങ്ങളുടെ സബ്ജക്ട് പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞതാണ്. സോ നൗ ഇപ്പോ HP ഇൻക്ലൈൻ ടു HP എന്ന് പറയുമ്പോൾ ഇന്നൊരു കാര്യം, ഇൻക്ലൈൻ ടു HP എന്ന് പറയുമ്പോൾ വി ഹാവ് ടു ടേക്ക് ദ ആംഗിൾ ഓൺ വെർട്ടിക്കൽ പ്ലെയിനിന്റെ സൈഡിൽ, അതായത് XY ലൈനിന്റെ മേളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആംഗിൾ എടുക്കേണ്ടത്. ഇൻക്ലൈൻഡ് ടു HP, ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ HP-യിൽ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? VP-യിലാണ് ആംഗിൾ എടുക്കേണ്ടത്. അത് ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഏത് ഫിഗർ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അത് 3D ആയിട്ട് ഈ VP HP-യുടെ ഇൻ ബിറ്റ്വീനിൽ ആ ഒരു ഫിഗറിനെ ഇമാജിൻ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ മനസ്സിലാക്കുക. എന്നിട്ട് അത് വരക്കുക. അതാണ് വരക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? സോ ഇവിടുത്തെ കേസിൽ ദിസ് ഈസ് ഹാവിംഗ് വെർട്ടിക്കൽ ട്രേസ് ആൻഡ് ഹൊറിസോണ്ടൽ ട്രേസ്. ഹൊറിസോണ്ടൽ ട്രേസ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? ഇത് കണ്ടോ, ഇവിടെ AB എന്ന ലൈനിനെ എന്ത് ചെയ്തു? ഇവിടെ പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഹൊറിസോണ്ടൽ ട്രേസ് കിട്ടുന്നു. സോ AB എന്ന ലൈനിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പ്രൊജക്ട് ചെയ്തിട്ട് HP-യിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു. സോ ആ ഒരു പ്രൊജക്ഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നു? ഇതുണ്ടോ? സോ അത് കണ്ടുപിടിക്കാനാണ് ഇപ്പൊ ആ ഒരു ഇൻക്ലിനേഷൻ, നമ്മൾ ഒരു പർട്ടിക്കുലർ ആംഗിൾ HP-യിൽ ഒരു പർട്ടിക്കുലർ ആംഗിൾ തരും. ആ ഒരു ആംഗിൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ VP സർഫേസിൽ എബോവ് XY ലൈൻ ആ ആംഗിൾ പ്ലോട്ട് ചെയ്യണം. Then you have to extend the angle. ഈ ആംഗിൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് you have to find out the horizontal trace. ഓക്കെ, അത് നമുക്ക് ഫിഗർ ശരിക്കും ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. സോ ലൈക്ക് വൈസ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു HP ആൻഡ് ഇൻക്ലൈൻ ടു VP ഉണ്ട്. സോ നേരെ തിരിഞ്ഞിട്ട് വരുന്നത്. സോ ഹിയർ ദ പ്ലെയിൻ ഈസ് പെർപെൻഡിക്കുലർ ടു HP. സോ ആംഗിൾ ബിറ്റ്വീൻ HP ആൻഡ് ദ പ്ലെയിൻ സർഫേസ്, പ്ലെയിനിന്റെ പ്രൊജക്ഷനും HP-യും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. സോ ഇൻക്ലിനേഷൻ ഈസ് ഓൺ ദ VP, വെർട്ടിക്കൽ പ്ലെയിനിലാണ് ഇവിടെ ഇൻക്ലിനേഷൻ ഉള്ളത്. സോ നമുക്ക് ഇങ്ങനെ 5 തരത്തിലുള്ള ഫിഗേഴ്സ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ ആദ്യം നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ,
A square plane of side 40 mm has its surface parallel to VP and perpendicular to HP. Draw its projection when one of its side is inclined at 30 degree to HP. So ഇവിടെ തന്നിരിക്കുന്നത് parallel to VP and perpendicular to HP ആണ്. So imagine ചെയ്യുക, parallel to ഒരു സർഫേസ് ഉണ്ട്, അത് parallel to VP, vertical plane parallel ആണ്. വെർട്ടിക്കൽ പ്ലെയിനിന് ഈ നമ്മൾ 5 ഫിഗർ നോക്കി ആ 5-ൽ ഏതാണെന്ന് നോക്കുക, ഒന്ന് ഇമാജിൻ ചെയ്യാം. സോ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലൽ ആണ് ആൻഡ് പെർപെൻഡിക്കുലർ ടു HP ആണ്. സോ ആൻഡ് ഓൾസോ വൺ മോർ തിങ് ടു നോട്ട്, ഒരു ആംഗിൾ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. അപ്പോൾ 30 ഡിഗ്രി HP ആയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ആംഗിൾ ആണ്, ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് 30 ഡിഗ്രി. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് വെർട്ടിക്കൽ പ്ലെയിനിലാണ് എടുക്കേണ്ടത് ആ ആംഗിൾ, അത് നോട്ട് ചെയ്യണം. ഓക്കെ, സോ ഇത് 3D ആയിട്ട് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിൽ ഇത് സങ്കല്പിക്കുക. സോ ഒരു സ്ക്വയർ ആണ് ഇവിടെ തന്നിരിക്കുന്നത്, സ്ക്വയർ പ്ലെയിൻ ആണ്. സ്ക്വയർ പ്ലെയിൻ വരുമ്പോൾ പാരലൽ ടു VP ആൻഡ് പെർപെൻഡിക്കുലർ ടു HP എന്ന് വരുമ്പോൾ it will be like this. ഈ ഒരു ഫിഗർ ആണ് വരിക, പാരലൽ ടു VP. സോ ഇത് ഈ ഒരു VP ആയിട്ട് പാരലൽ ആണ്. VP പ്ലെയിനും നിങ്ങൾക്കുള്ള സർഫേസും തന്നിരിക്കുന്ന സ്ക്വയറും നോക്കിക്കഴിഞ്ഞാൽ both the planes are parallel. Reference VP plane and surface is parallel. So parallel to VP and perpendicular to HP. HP ആയിട്ടുള്ള angle 90 degree ആണ്. So it is perpendicular to HP. It is clear? So now one more thing is there. Draw its projection when one of its side is inclined at 30 degree to HP. So HP ആയിട്ടുള്ള angle തന്നിട്ടുണ്ട്. So angle here ഇവിടെയുള്ള ഈ ഫിഗറിൽ this line, ഈ ഒരു ലൈൻ, ഈ തന്നിരിക്കുന്ന ഫിഗറിൽ ഈ ഒരു ലൈന് ആക്ച്വലി ഇറ്റ് ഈസ് പാരലൽ ടു XY ലൈൻ പാരലൽ ആണ്. സോ ദാറ്റ് മീൻസ് ദർ ഈസ് നോ ആംഗിൾ ഈസ് 0 ഡിഗ്രി. സോ അത് ആക്ച്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് 30 ഡിഗ്രി ആംഗിൾ ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ക്വസ്റ്റ്യന് നമ്മൾ ഈ ഒരു ഫിഗറിനെ നമ്മൾ ഇമാജിൻ ചെയ്യേണ്ട ഫിഗറാണ്. ഇതൊന്നും വരക്കേണ്ട ആവശ്യമില്ല, ഇത് ഇമാജിൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ പ്രൊജക്ഷൻ മനസ്സിലാവും. ഓക്കെ, സോ ഇതിന് എന്ത് ചെയ്യണം, 30 ഡിഗ്രി ഇൻക്ലിനേഷൻ എടുക്കണം, 0 നിന്ന് 30 ഡിഗ്രി മാറ്റണം. സോ അങ്ങനെ 30 ഡിഗ്രി മാറ്റുമ്പോൾ കണ്ടോ, ഇങ്ങനെയുള്ള ഫിഗർ ഇതായി മാറും. സോ 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30 ഡിഗ്രി ആക്കി മാറ്റുന്നു. സോ ഇങ്ങനെ കിട്ടും. ഓക്കെ, അത് HP ആയിട്ട് മേക്ക് ചെയ്ത ആംഗിൾ 30 ഡിഗ്രി ആണ്. ഓക്കെ, നൗ ഇറ്റ് ഈസ് സിമ്പിൾ ടു ഡ്രോ ദ പ്രൊജക്ഷൻ. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിമ്പിൾ ആണ്. HP-നെ നേരെ 90 ഡിഗ്രി ആംഗിളിലേക്ക് ടേൺ ചെയ്യാം, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ടേൺ ചെയ്യാം, തീർന്നു. അപ്പോൾ അങ്ങനെ ടേൺ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് an image like the figure like this. അങ്ങനെ കിട്ടും. ഇതിന്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ ആണ് വരക്കേണ്ടത്. കണ്ടോ, ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ. ഫ്രണ്ട് വ്യൂ വിൽ ബി ലൈക്ക് ഈ ഒരു വ്യൂ ആണ് ഫ്രണ്ട് വ്യൂ ഇതാണ് ഇപ്പോൾ തന്നിരിക്കുന്നതിൽ. ദിസ് ഇസ് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ദിസ് ഇസ് ദ top view. Front view and top view വരക്കണം. Front view will be on the vertical plane and top view will be on the horizontal plane. So top view നമുക്ക് നോക്കുമ്പോൾ this figure it is a surface, ഒരു പ്ലെയിൻ ആണ്, അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. ഈ ആ ഒരു റെഡിൽ ഞാൻ വരച്ചതാണ് ആ ഒരു സർഫേസ്. സോ ആ സർഫേസ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് ടോപ്പ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുക. സോ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ എന്താ ഉള്ളത്, എ സ്ക്വയർ പ്ലെയിൻ ഓഫ് സൈഡ് 40 mm has its surface parallel to VP and perpendicular to HP. Draw its projection when one of the side is 30 degree to the HP. So HP ആയിട്ട് മേക്ക് ചെയ്ത ആംഗിൾ ആണ് 30 ഡിഗ്രി. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം, അത് VP കണ്ടോ, വെർട്ടിക്കൽ പ്ലെയിനിലാണ് 30 ഡിഗ്രി എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്, സോ HP-യിലാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ HP ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു HP എന്ന് തന്നാൽ വെർട്ടിക്കൽ പ്ലെയിനിലാണ് ആക്ച്വലി ആ ഇൻക്ലിനേഷൻ നമ്മൾ എടുക്കേണ്ടത്. സോ ആ ഒരു ചേഞ്ച് ഉണ്ട്. ഓക്കെ, സോ ആദ്യം ഈ ഒരു ഫിഗർ എങ്ങനെ വരക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണം, ഒരു XY ലൈൻ വരക്കണം. സോ XY ലൈൻ വരച്ചതിന് ശേഷം നമ്മൾ 30 ഡിഗ്രി ആംഗിൾ എടുക്കുന്നു. ഓക്കെ, 30 ഡിഗ്രി ആംഗിൾ VP HP എന്ന് എഴുതുക, എന്നിട്ട് 30 ഡിഗ്രി ആംഗിൾ എടുക്കുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചതിന് ശേഷം at any point we can plot this line at any point. സോ ഈ ഡിസ്റ്റൻസ്, ഈ ഒരു ലൈനിന്റെ പുതിയ ലൈനിന്റെ ഡിസ്റ്റൻസ് എത്രയാണ്, 40 mm ആണ്, ബിക്കോസ് ദാറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ദ സ്ക്വയർ. സോ അതിനുശേഷം ആ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുക, ബിക്കോസ് ഈ ഒരു ആംഗിൾ, ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ദാറ്റ് യു നോ. സോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ വി ക്യാൻ പ്ലോട്ട് ദ പോയിന്റ്സ് ലൈക്ക് A dash B dash C dash D dash. വൈ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വരുന്നത് എന്ന് വെച്ചാൽ A dash B dash ഞാൻ പറഞ്ഞിട്ടുണ്ട്, A dash B dash C dash D dash it should be given on the
ഫ്രണ്ട് വ്യൂ വി പി വെർട്ടിക്കൽ പ്ലെയിനിൽ എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് മാർക്ക് ചെയ്യണം. അതേപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ അഥവാ ടോപ്പ് വ്യൂല് എ ബി സി ഡി എന്ന് മാർക്ക് ചെയ്യണം. അതിപ്പോ എ ബി സി ഡി തന്നെ വേണമെന്നില്ല, ഇപ്പൊ പി ക്യു ആർ എസ് ആവാം, എന്ത് വേണമെങ്കിലാവാം. പക്ഷെ ഇങ്ങനെയാണ് അതിന്റെ മാർക്കിങ്സ് കൊടുക്കേണ്ടത്. ഓക്കെ, നൗ ഫ്രണ്ട് വ്യൂ വരച്ചതിന് ശേഷം ഫ്രണ്ട് വ്യൂവിൽ ഇങ്ങനെ നമ്മൾ ആംഗിൾ ഒക്കെ എടുത്തിട്ട് സ്ക്വയർ വരക്കുന്നു, കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഓരോ പോയിന്റ്സ് അതായത് എ ഡാഷ് ബി ഡാഷ് സി ഡാഷ് ഡി ഡാഷ് ഓരോ പോയിന്റ്സ് വെർട്ടിക്കലി പ്രൊജക്ഷൻ എടുക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് ദ ഡിസ്റ്റൻസ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിട്ട് ഡിസ്റ്റൻസ് തന്നിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എച്ച് പിയിൽ വരക്കേണ്ട ഡിസ്റ്റൻസ് ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. സോ അത് ഇവിടെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യു ക്യാൻ ടേക്ക് എനി ഡിസ്റ്റൻസ് ഫ്രം എക്സ് വൈ ലൈൻ, യു ക്യാൻ ടേക്ക് എനി ഡിസ്റ്റൻസ് ആൻഡ് മാർക്ക് എ ലൈൻ ലൈക്ക് എ ബി സി ഡി എന്ന ലൈന് മാർക്ക് ചെയ്യാം. അത്രേ ഉള്ളൂ. ദിസ് ഇസ് ദ റിക്വയർഡ് ഫിഗർ. ഓക്കെ, നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. So, a circular plate of diameter 50 mm has its surface parallel to HP and perpendicular to VP. So, ഇവിടെ parallel to HP and perpendicular to VP ആണ്. Parallel to HP. അപ്പോൾ x axis ആണ്. HP എന്ന് പറയുന്നത് horizontal axis ആണ്. So, HP ക്ക് parallel ആണ്, perpendicular to VP ആണ്. So, its center is 20 mm above HP and 30 mm in front of VP. Center, ആ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 20 mm above HP, above HP 20 mm and in front of VP 30 mm. ഓക്കെ, സോ ഇതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഇത് വെച്ചിട്ട് ഒരു ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് ഇമാജിൻ ചെയ്യുക അതിന്റെ 3D ഫിഗർ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുണ്ടോ, ഇവിടെ കണ്ടോ 30 mm in front of VP എന്ന് പറയുന്ന പോയിന്റ്. ഇപ്പോൾ നമ്മൾ ആദ്യം പ്ലോട്ട് ചെയ്യേണ്ടത് ഏതാ, സെന്റർ ആണ്. സോ സെന്റർ ഈസ് 30 mm above in front of VP and 20 mm above HP. പറഞ്ഞ പോലെ തന്നെയുണ്ട്. അതിനുശേഷം ആ സർക്കിൾ വരുന്നു. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ സർക്കിളിനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ, ഈ സർക്കിളിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ അതിനെ ട്രേസ് ചെയ്യുന്നത് ഈ ഒരു ലൈനാണ്. നമുക്ക് കാണുന്നത് എന്താണ്, ഒരു ലൈൻ ആയിട്ടാണ് കാണാൻ പറ്റുക. because it is a surface, circular surface ആണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് വ്യൂ നോക്കുമ്പോൾ it will be looking like a straight line and while in the top view it will be like a circle. ഓക്കെ, സോ അങ്ങനെയാണ് ഉണ്ടാവുക. സോ ഇതിപ്പോ ഈ ഒരു ഇമാജിനേഷൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ. ഇനി ഈ ഒരു എച്ച് പിനെ ഒരു 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ഫിഗർ കിട്ടും. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഫിഗറിൽ നമുക്ക് കിട്ടുന്ന, നമ്മൾ വരക്കേണ്ട ഫിഗറിൽ എക്സ് വൈ ലൈനിന്റെ മേളിൽ, ഇതുണ്ടോ എക്സ് വൈ ലൈനിന്റെ മേളിലായിട്ട് ഈ ഒരു ഫ്രണ്ട് വ്യൂ വരും. എക്സ് വൈ ലൈനിന്റെ താഴെയായിട്ട് ടോപ്പ് വ്യൂ വരും. ഇറ്റ് വിൽ ബി എ സർക്കിൾ. സോ അതാണ് നിങ്ങൾക്കുള്ള ഈ ആൻസർ. എക്സ് വൈ ലൈനിന്റെ മേളിൽ കണ്ടോ, എക്സ് വൈ ലൈനിന്റെ മേളിൽ ഫ്രണ്ട് വ്യൂ വിച്ച് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എക്സ് വൈ ലൈനിന്റെ താഴെ സർക്കിൾ വിച്ച് വിൽ ബി ദ ടോപ്പ് വ്യൂ. സോ ഇവിടെ ഇന്നൊരു കാര്യം ഇതുണ്ട്, ഈ ഒരു പോയിന്റ് 20 mm 30 mm ഉള്ളത്. 30 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറയുന്നത്, ഇൻ ഫ്രണ്ട് ഓഫ് വി പിയുടെ കൂടെ തന്ന ഡിസ്റ്റൻസ് ആണ് 30. സോ അതുകൊണ്ട് എച്ച് പിയുടെയിലാണ് ആ 30 mm മാർക്ക് ചെയ്യേണ്ടത്. മനസ്സിലായോ? അതേപോലെ 20 mm above എച്ച് പി എന്ന് തന്നിട്ടുണ്ട്. 20 mm above എച്ച് പി. സോ അത് വി പിയിലാണ് കൊടുക്കേണ്ടത്. മനസ്സിലായി? എച്ച് പിയുടെ കൂടെ കൊടുക്കുന്ന ഡിസ്റ്റൻസ് വി പിയിലും വി പിയുടെ കൂടെ കൊടുക്കേണ്ട ഡിസ്റ്റൻസ് എച്ച് പിയിലും കൊടുക്കുന്നു. അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോൾ ആദ്യം ഇതേപോലെ എക്സ് വൈ ലൈൻ വരക്കുക, ദെൻ 30 mm താഴത്ത് ഒരു സെന്റർ പ്ലോട്ട് ചെയ്യുക, ദെൻ സർക്കിൾ വരക്കുക, ദെൻ അടുത്തത് ഇതിനെ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. നൗ ഓരോ പാർട്സിനെ 1 2 3 4 5 6 7 8 എന്ന് ടോപ്പ് വ്യൂവിലും ഫ്രണ്ട് വ്യൂവിൽ ഡാഷ് 1 ഡാഷ് 2 ഡാഷ് എന്നൊക്കെ മാർക്ക് ചെയ്യുന്നു. നൗ ഓരോ പോയിന്റ്സിൽ ഇത് 1 2 3 ഓരോ പോയിന്റ് മേലെ പ്രൊജക്ഷൻ ലൈൻ എടുക്കുന്നു. എന്നിട്ട് ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. പ്രൊജക്ഷൻ ലൈൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാണ്. സിമ്പിളസ്റ്റ് പ്രോബ്ലം ആണിത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നൗ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം, സെയിം. പക്ഷേ ഇതൊരു ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, which is a circular plate. Here also a circular plate of diameter 50, same dimension ആണ്, is resting on HP actually. So HP യിൽ റെസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് എന്താ അർത്ഥം? എന്താ, ഇവിടെ തന്നിരിക്കുന്ന 20 mm ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് 0. അതായത് എക്സ് ആക്സിസ് ആ ഒരു പ്ലെയിനിൽ തന്നെയാണ് അത് നിൽക്കുന്നത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് 0 ആണ്. സോ റെസ്റ്റിംഗ് ഓൺ HP
ഓൺ എ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതായത് സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റ് ആണ് എച്ച് പിയിൽ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതായത് എച്ച് പി സർഫേസ് ഇങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഒരു പോയിന്റ്, അതായത് സർക്കിളിന്റെ സർക്കംഫറൻസിലുള്ള ഒരു പോയിന്റ് മാത്രമേ എച്ച് പി ആയിട്ട് കോണ്ടാക്ട് ഉള്ളൂ. Okay, so and remaining portion is inclined at 45 degree to HP. So remaining portion is inclined at 45 degree. ഒരു angle of inclination കൊടുക്കുന്നുണ്ട് 45 degree inclination. So draw the projection. So ആദ്യം നമ്മൾ imagine ചെയ്യണം, ഇതിന്റെ 3D imagine ചെയ്യാൻ കഴിയണം. So അത് ഇങ്ങനെ ഉണ്ടാവും. So എന്താണ് പറഞ്ഞത്? സർക്കിൾ which is resting on HP. HP യിൽ റെസ്റ്റ് ചെയ്യാണ് on the circumference. ഒരു സർക്കംഫറൻസിലെ ഒരു പോയിന്റ് എച്ച് പിയിൽ മീറ്റ് ചെയ്താണ്. ഈ ഒരു പോയിന്റ് എച്ച് പിയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ റിമൈനിങ് പോർഷൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ഉണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സൈഡിൽ റഫായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കുക, വരച്ച് നോക്കുക ഈ ഒരു ഫിഗർ. ഓക്കെ, സോ ദെൻ ഈ ഒരു ഫിഗറിന്റെ പ്രൊജക്ഷൻ ആണ് നമുക്ക് വരക്കേണ്ടത്. സോ ഇതുണ്ടോ അന്നേരം. അപ്പോൾ ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രണ്ട് വ്യൂ എന്ന് പറയുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുമ്പോഴുള്ള വ്യൂ ആണ്. സോ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി. ഓക്കെ, സോ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ എന്താണ്? ടോപ്പ് വ്യൂ സർക്കിൾ ആയിരിക്കില്ല. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ സർക്കിളിന് പകരം ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ അത് വരക്കണം. സോ ട്രൂ ഇമേജ് should be drawn. സോ ആദ്യം എന്ത് ചെയ്യണം? ഇത് നമ്മുടെ സർക്കിൾ ആണല്ലോ. സർക്കിൾ ആയതുകൊണ്ട് നമ്മൾ ഇതിന് മുമ്പേ ചെയ്ത അതേ ക്വസ്റ്റ്യനിലുള്ള അതേപോലെ ആദ്യം ചെയ്യാം. സോ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബോവ് എച്ച് പി ഡിസ്റ്റൻസ് ഇല്ല. ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. അതുകൊണ്ട് തന്നെ വി പിയിലുള്ള ഡിസ്റ്റൻസ് ഇല്ല, സീറോ ആണ്. എബോവ് എച്ച് പി ഡിസ്റ്റൻസ് ഇല്ല, 0 ആണ്. സോ ആദ്യം എന്ത് ചെയ്യുക? ഇങ്ങനെയാണ് ഫിഗർ വരിക. ആദ്യത്തെ ഒരു ഫിഗർ ഇങ്ങനെ വരക്കണം. കാരണം നേരത്തെ അതേപോലെ തന്നെയുള്ള ഫിഗർ ആണ്. നേരത്തെ ഫിഗറിൽ എബോവ് എച്ച് പി 20 mm തന്നിട്ടുണ്ട്. എബോവ് എച്ച് പി 20 mm. പക്ഷെ ഇവിടെ എബോവ് എച്ച് പി ഡിസ്റ്റൻസ് ഇല്ല. സോ അതുകൊണ്ട് ഇറ്റ് വിൽ ബി കോയിൻസൈഡിങ് ഓൺ ദ എക്സ് വൈ ലൈനിൽ കോയിൻസൈഡ് ചെയ്യുന്നു, അതേ ലൈനിലായിട്ട് വരും. ഓക്കെ, so this is the xy line. So xy line coincide ആയിട്ടാണ് ഈ 1 dash 2 dash 8 dash 3 dash 7 dash പോയിന്റ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, നൗ ഇതിന്റെ ടോപ്പ് വ്യൂ സർക്കിൾ ഇത് വരക്കുമ്പോൾ ആദ്യം നമ്മൾ ടോപ്പ് വ്യൂ സർക്കിൾ ആയിട്ട് വരക്കുക. പക്ഷേ ആക്ച്വൽ ടോപ്പ് വ്യൂ വിച്ച് ഈസ് നോട്ട് വിൽ ബി എ സർക്കുലർ ഇൻ ഷേപ്പ്. ഓക്കെ, സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് ആദ്യം വരച്ചതിന് ശേഷം xy ലൈനിൽ ഞാൻ എന്ത് ചെയ്തു? എക്സ്റ്റെൻഡ് ചെയ്തു. കേട്ടോ, എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം ഈ 1 dash 5 dash എന്ന ലൈൻ, 1 dash എന്ന് 5 ഡാഷിലേക്കുള്ള ലൈന് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എക്സ്റ്റൻഷൻ ചെയ്ത ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ 45 ഡിഗ്രി ഇൻക്ലിനേഷൻ ആണ് തന്നത്. അതുകൊണ്ട് 45 ഡിഗ്രി ഇൻക്ലിനേഷനിൽ ആ ലൈന് വരക്കുന്നു, 1 dash 5 dash. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ പിന്നെ എന്ത് ചെയ്യുന്നു? നെക്സ്റ്റ് ഇതിലുള്ള ഓരോ പോയിന്റ്സ് ഉണ്ടോ? 1 dash 2 dash 8 dash 3 dash 7 dash. ഇപ്പൊ 2 dash 8 dash എന്ന് പറയുന്ന ഒരു പോയിന്റ് തന്നെയാണ്. കാരണം എന്താണ്? അതിന്റെ ടോപ്പ് വ്യൂവിലുള്ള 2 and 8 എന്ന പോയിന്റ് എന്ന് വരുന്ന ലൈൻ which is the same line which is meeting at a point which is called the 2 dash 8 dash. So likewise ഓരോ പോയിന്റ്സ് ഉണ്ട്. സോ ഇത് എന്ത് ചെയ്യുന്നു? 1 dash നിന്ന് 2 ഡാഷിലേക്കുള്ള ഡിസ്റ്റൻസ് സ്കെയിലിൽ മെഷർ ചെയ്യുക. എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക 1 dash 2 dash. Now likewise ഓരോ ഡിസ്റ്റൻസും മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്യുക. Then we will get these 5 points, 5 different points. Straight line. Okay. Now next and final step ഇല്ല, second last step എന്താണെന്ന് വെച്ചാൽ പ്രൊജക്ഷൻ എടുക്കുന്നു. അതുകൊണ്ടോ ഓരോ പോയിന്റ്സും പ്രൊജക്ഷൻസ് എടുക്കുന്നു. സർക്കിളിനെ നമ്മൾ 8 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തില്ല. ആ 8 ഈക്വൽ പാർട്സിന്റെ ഓരോ പോയിന്റ്സിനും നമ്മൾ പ്രൊജക്ഷൻസ് എടുക്കുകയാണ്. projections. So likewise vertically projection എടുക്കുന്നു.
വെർട്ടിക്കലി ഈ ഓരോ സെക്ഷൻ ഓരോ സെഗ്മെന്റിനും പ്രൊജക്ഷൻ എടുക്കുന്നു. Okay, then the final step is എന്താണ്, ഫസ്റ്റ് ഇതിലെ ആദ്യത്തെ പോയിന്റ് എടുക്കുക, ടോപ്പ് വ്യൂവിലുള്ള ആദ്യത്തെ പോയിന്റ്. അതേപോലെ ഇവിടെ വരച്ച ആദ്യത്തെ പോയിന്റ്സ്, ഈ രണ്ട് പോയിന്റ്സ് ഒന്നും വരുന്ന ലൈന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് which is the first point. Okay, so this is the first point. This is called, let's say, like 1. So next second point ഇതാണ്, അടുത്ത പോയിന്റ് ഇവിടെയാണ്. സോ ഇത് രണ്ടും മീറ്റ് ചെയ്യുന്നത് ഇവിടെ, പിന്നെ ഇവിടെ, അങ്ങനെ ഓരോ പോയിന്റ്. സോ ദിസ് is 2, this is 3, this is 4, 5, 6, 7, sorry, this is the first 7th point, 7, 8. Now hand drawingile curvical ആയിട്ട്, കാരണം ഇത് ടോപ്പ് വ്യൂ ആണ്, എലിപ്റ്റിക്കൽ ഷേപ്പ് ആണ്, സോ അതുകൊണ്ട് curvical ആയിട്ട് ഹാൻഡ് ഡ്രോയിങ്ങിൽ ചെയ്യണം. കേർവ് വരക്കുക, സ്റ്റാർട്ടിങ് ഫ്രം 1, 2, 3, 4, 5, 6, 7, 8 and 1. സോ ഒരു കേർവ് ആയിട്ട്, ഒരു എലിപ്റ്റിക്കൽ ആയിട്ട് വരും. Okay, so this will be the solution. So finally നിങ്ങളുടെ question answer will be like this. Clear? So വളരെ സിമ്പിൾ ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. ഈ 3 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാം നിങ്ങൾക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Okay, hope you guys understand the concept. Thank you.